ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിന് ബേപ്പൂരിൽ യുവാവിന് പോലീസ് മർദ്ദനം. ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അനന്തു പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ ധനീഷ് പട്ടിക ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്. സുഹൃത്തിന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനമെന്നും മറ്റ് പോലീസുകാർ പിടിച്ചുവെക്കാൻ ശ്രമിച്ചുവെങ്കിലും SI കൂട്ടാക്കിയില്ലെന്നും അനന്തു പറയുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അനന്തുവിന്. അനന്തുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം അനന്തുവിന്റെ പ്രതികരണം കാണാം. പിന്നെ അവിടെ ഇട്ടിട്ട് പട്ടിക എടുത്തിട്ട് സാറ് പറഞ്ഞു ഈ അവിടെ നിൽക്കാറുണ്ട്. മൂപ്പര് പോയി ഒരു പട്ടികയായിട്ട് വന്നിട്ട് ഒരു മൂപ്പർ റൂമിലേക്ക് ഒരു ക്യാമറ ഇല്ലാത്ത റൂമിലേക്ക് കയറ്റിയിട്ട് അടിക്കുകയാണ് ചെയ്തത്. ഫുള്ളായിട്ട് മേത്ത് മൊത്തമായിട്ട് തലക്ക് മൂക്കിന് ഇവിടെയൊക്കെ പട്ടിക വെച്ച് അടിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ വന്ന് കുറേ പോലീസുകാർ എന്നിട്ട് മുഖത്തൊക്കെ കുത്തുകയും ചെയ്തു. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓരോ പോലീസുകാർ കയറും. കണ്ടമാനം പോലീസുകാർ ഉള്ളോട്ട് ഒന്നായിട്ട് കയറി വന്ന് അടിച്ചേ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പോലീസുകാർ വന്നിട്ട് അടിക്കുക ചെയ്തു. വിവരങ്ങളുമായി ദിസ്നയുണ്ട്. ദിസ്ന, ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചുവെങ്കിൽ അതിന് നിയമ നടപടി സ്വീകരിക്കേണ്ട പോലീസുകാരാണ്. എന്തിനാണ് ഈ യുവാവിനെ ഇത്ര ക്രൂരമായി പോലീസ് മർദ്ദിച്ചത്? തീർച്ചയായും രാഗി, അത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ 3 പേർ സഞ്ചരിച്ചതിനെ തുടർന്ന് ഈ ബേപ്പൂർ പോലീസ് ഈ അനന്തുവിനെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് CCTV ഇല്ലാത്ത മുറിയിൽ വെച്ച് ഈ SI അനന്തുവിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അനന്തു നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. പട്ടിക ഉപയോഗിച്ച് വലിയ രീതിയിൽ ഗുരുതരമായി അനന്തുവിന് പരിക്കേറ്റിട്ടുണ്ട്. കൈക്ക് പൊട്ടലുണ്ട്, കഴുത്തിനു പിറകിലും സാരമായ അനന്തുവിന് പരിക്കേറ്റിട്ടുണ്ട്. അത്തരത്തിൽ കുടുംബം ബേപ്പൂർ SHOയ്ക്കൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ, അതായത് ഈ അനന്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും അതോടൊപ്പം തന്നെ ഈ സുഹൃത്തിന്റെ വീട്ടിലേക്കൊക്കെ തന്നെയും പോലീസ് വിളിച്ചിരുന്നു. അതേ തുടർന്ന് ഈ സുഹൃത്തിന്റെ അമ്മയടക്കം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് അതിക്രൂരമായി ഈ അനന്തുവിന് മർദ്ദനമേറ്റത് എന്ന് തന്നെയാണ് അനന്തു പറയുന്നത്. എന്തായാലും നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യം അനന്തുവിനെ പ്രവേശിപ്പിച്ചത് ബീച്ച് ആശുപത്രിയിലാണ്, പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബേപ്പൂർ പോലീസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അനന്തുവിന് നേരത്തെ കഞ്ചാവ് കേസ് ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തതെന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മർദ്ദനവും അനന്തുവിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം അനന്തുവിനോട് നമ്മൾ ചോദിച്ചപ്പോൾ കെട്ടിച്ചമച്ച കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് അനന്തുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടം എന്ന നിലയിൽ അവർ ബേപ്പൂർ SHOയ്ക്ക് ഉൾപ്പെടെ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രാഗി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലാണെങ്കിൽ CCTV ഇല്ലാത്തൊരു റൂമിൽ വെച്ചാണ് തനിക്ക് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായത് എന്ന് അനന്തു തന്ന ബൈറ്റിൽ അനന്തു വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റു പോലീസുകാർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം തയ്യാറായില്ല എന്ന് തന്നെയാണ് അനന്തു പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു മർദ്ദനമാണ് യുവാവിന് ഏറ്റിട്ടുള്ളത്. കൈകാലുകൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ക്ഷതമുണ്ട്. രാഗി, ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിന് ബേപ്പൂരിൽ യുവാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബേപ്പൂർ സ്വദേശിയായ അനന്തുവിനാണ് മർദ്ദനം ഏറ്റത്. സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഈ അനന്തു നമുക്ക് പ്രതികരണം തന്നിട്ടുമുണ്ട്. എന്തായാലും പോലീസുകാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് ഇവരുടെ കുടുംബം പ്രതികരിക്കുന്നത്. ദിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.